ചില ആരാധനാലയങ്ങളിൽ നമ്മൾ എത്തുന്നത് കേട്ടറിഞ്ഞാണ്. അങ്ങനെ ഞാനും കേട്ടറിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഇത് താന്നി കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയാണ്. അപ്പം ഇവിടുത്തെ ഒരു നേർച്ചയാണ് താലത്തിൽ 3 വിളക്ക് വെച്ചിട്ട് ദേവാലയത്തിനകത്ത് തന്നെയുള്ള മാതാവിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ കുളത്തിലോട്ട് വെക്കും. അപ്പോഴത്തേക്ക് കുളത്തിൽ ഒഴുക്കുണ്ട്, അതിങ്ങനെ ഒഴുകും. ഈ കുളത്തിൽ ഒഴുക്കുണ്ടാവാൻ കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ കുളത്തോട് ചേർന്നാണ് കായൽ. അപ്പം കുറേ വിളക്കുകൾ കണ്ട ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. അവർ എങ്ങോട്ടാണോ ഒഴുക്കുക അങ്ങോട്ട് ഈ താലം ഒഴുകി പോകും. അപ്പം ഇതാണ് കുളത്തിനോട് ചേർന്നുള്ള കായൽ. ഈ കായലും ഈ കുളവും തമ്മിൽ ഈ കമ്പി വല കൊണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് കൊണ്ടും വേർതിരിച്ചിട്ടുണ്ട്. മാതാക്കുളം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മൾ ഒഴുക്കുന്നത്. മാതാവിൻ്റെ തൊട്ട് പുറകിലാണ് ഈ ഒരു ഭാഗം. അപ്പം ഇവിടെ താന്നി ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പള്ളി. അല്ലെങ്കിൽ ഓട്ടോയിൽ എവിടെ വന്നിറങ്ങിയാൽ റോഡിൻ്റെ സൈഡിൽ തന്നെ പള്ളി. നമ്മൾ നേരെ വരുമ്പോൾ മാതാവിൻ്റെ ദിവ്യമായ രൂപത്തിലോട്ടാണ് വരുന്നത്. മാതാവിൻ്റെ പുറകുവശത്താണ് ഈ കായലും അതേപോലെ തന്നെ ഈ മാതാക്കുളവും ഈ രൂപത്തിൽ കെട്ടിയത് ഈ അടുത്തിടയ്ക്കാണെന്ന് അറിയുന്നത്. ഞാൻ കാണുമ്പോഴേ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ കേട്ടറിഞ്ഞ് ഇങ്ങനൊരു നേർച്ച ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. അങ്ങനെ ഞാൻ ഈ താലത്തിനകത്തുള്ള ഈ വിളക്ക് നേർച്ചയ്ക്കായിട്ട് 30 രൂപ കൗണ്ടറിലടച്ച് റെസിപ്റ്റ് വാങ്ങി. അപ്പോൾ വിളക്ക് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കും. അപ്പോൾ 30 രൂപയുടെ റെസിപ്റ്റ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ടേ അവർ ഈ 3 വിളക്ക് കത്തിച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ച് നമുക്ക് തരും. നമ്മളൊന്നും അറിയണ്ട, തിരിയിടണ്ട, പിന്നെ എണ്ണ ഒഴിക്കേണ്ട, കത്തിക്കേണ്ട. അവർ കത്തിച്ചിങ്ങ് തരും, നമ്മുടെ കയ്യിലിങ്ങ് തരും. നമ്മൾ ആ വിളക്കുമായിട്ട് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെ വിഷമങ്ങളുടെ നിസ്സഹായതകളുടെ രോഗങ്ങളുടെ ഇങ്ങനെ സങ്കടങ്ങളുടെ കുരുക്കഴിക്കാനായിട്ട് പ്രാർത്ഥിച്ച് പലരും കരഞ്ഞു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും കരച്ചിൽ വന്നായിരുന്നു. ഞാൻ എന്നിട്ട് അത് ഇവിടെ ഈ കുളത്തിൽ കൊണ്ടുവന്ന് വെച്ചു. എന്തോ ഒരു സന്തോഷം അതിങ്ങനെ വെക്കുന്ന സമയത്ത്. ഞാനിവിടെ എത്തിയത് പിന്നെ എവിടെയാണ്, ചിന്നക്കട വന്നിട്ട് തീരദേശ വഴിയുള്ള ബസ്സിൽ കയറി. എപ്പോഴും ബസ്സില്ല. തീരദേശ വഴിയുള്ള ബസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇരവുപുരത്ത് വന്നിട്ട് ഓട്ടോ പിടിക്കണം. കുറച്ച് കൂടുതൽ പൈസയാവും തോന്നി ഇരവുപുരത്ത് നിന്ന്, എത്ര നേരത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഇറങ്ങുന്ന ബസ്സിൽ കയറി. അതിൻ്റെ കുരുക്കഴിക്കുന്ന മാതാ, തീർത്ഥാലയം, താന്നി, കൊല്ലം ഇവിടെ ബസ് ഇറങ്ങി നേരെ പള്ളിയിലോട്ട് വരുമായിരുന്നു. എന്നിട്ട് ഈ നേർച്ച കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടുന്ന് തന്നെ ബസ് കിട്ടും. മാതാവിൻ്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ ബസ് കിട്ടും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബസ്സിൻ്റെ സമയമൊക്കെ. സമയം നോക്കിയപ്പോൾ 2:50 ബസ്സുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് ബസ് വന്ന് ആ ബസ്സിൽ തിരിച്ച് വീണ്ടും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഈ താന്നി കടലോരം കാണാൻ മനോഹരമാണ്. താന്നി കടലോരത്തൂടെ ബസ്സിൽ അങ്ങ് ചിന്നക്കട വന്നു. അപ്പോൾ കൊല്ലത്തോട്ടായിരുന്നു എനിക്ക് വരേണ്ടിയിരുന്നത്. എനിക്ക് വീട്ടിലെത്തിയിട്ടും ആ വിളക്കിൻ്റെ തെളിച്ചവും മാതാവിൻ്റെ ശാന്തമാർന്ന ദിവ്യരൂപവും മനസ്സ് നിറച്ച് ശാന്തത തരുന്നുണ്ട്.